പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം മുങ്ങിയ ഇമാം ബാംഗ്ലൂരുവിൽ ഒളിവിലാണെന്ന് സൂചന. ഇയാൾ കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇമാമിന്റെ സഹോദരനൊപ്പം ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു. ഒളിവിൽ പോകാൻ ഇമാമിന് SDPIയുടെ സഹായം കിട്ടിയതായി പോലീസ് സ്ഥിരീകരിച്ചു. കൊച്ചിയിൽ വെച്ച് ഇമാം SDPI നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കർണാടകത്തിലേക്ക് പോയത്. ബാംഗ്ലൂരുവിലെ ചില ബന്ധുവീടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. ഇമാം ഷെഫീഖ് അൽ ഖാസിമിയുടെ സഹോദരൻ അൽ അമീനൊപ്പമാണ് അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചത്. പോക്സോ കേസ് എടുത്തതോടെ ഇമാം ബാംഗ്ലൂരുവിലേക്ക് പോയതായി സഹോദരങ്ങൾ പോലീസിനോട് സമ്മതിച്ചു. പെരുമ്പാവൂരിൽ വീടുള്ള സഹോദരൻ നൌഷാദിനൊപ്പമാണ് ഇമാം പോയതെന്നാണ് വിവരം. നൌഷാദും ഒളിവിലാണ്. കൊച്ചി വരെ കാറിൽ പോയ ശേഷം അവിടെ വാഹനം ഉപേക്ഷിച്ചാണ് കടന്നത്. തുടർന്ന് അൽ അമീൻ, അൻസാരി, ഷാജി എന്നീ സഹോദരങ്ങളിൽ നിന്നാണ് ഒളിവിലുള്ള ഇമാനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഒപ്പം ബാംഗ്ലൂരുവിലേക്ക് പോയ മറ്റൊരു സഹോദരനായ നൌഷാദ് ബാംഗ്ലൂരുവിൽ നിന്ന് എറണാകുളത്ത് എത്തിയതായാണ് വിവരം. ഇയാൾക്ക് വേണ്ടി നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എറണാകുളത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത സഹോദരങ്ങൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. ഇമാമിന്റെ ഇന്നോവ കൊച്ചിയിലല്ല പെരുമ്പാവൂരിലാണ് ഉപേക്ഷിച്ചെന്നായിരുന്നു ഇവർ മൊഴി നൽകിയത്. പെരുമ്പാവൂർ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും വാഹനം കണ്ടെത്തിയില്ല. എന്നാൽ വൈറ്റില മൊബിലിറ്റി ഹബിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. കസ്റ്റഡിയിലെടുത്ത സഹോദരങ്ങളെയും വാഹനത്തെയും പുലർച്ചെയോടെ നെടുമങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. സമ്മർദ്ദം ശക്തമായതോടെ കോടതിയിലോ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നെയോ ഇമാം വൈകാതെ കീഴടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഇമാം ഷെഫീഖ് അൽ ഖാസിമിന് മേൽ പോലീസ് ബലാത്സംഗ കേസാണ് ചുമത്തിയത്. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിൽ പീഡനം തെളിഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യം തേടി പ്രതിയായ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസിമി കോടതിയെ സമീപിച്ചിരുന്നു. താൻ നിരപരാധിയാണെന്നും CPMകാർ തന്നെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നും ഷെഫീഖ് അൽ ഖാസിമി ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നു. SDPIയുടെ പേരിൽ സംസാരിച്ചതിനാണ് CPMകാർ തന്നെ വേട്ടയാടുന്നതെന്നാണ് ഷെഫീഖ് അൽ ഖാസിമി കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇമാം പീഡിപ്പിച്ചെന്ന് തന്നെയാണ് പെൺകുട്ടിയുടെ മൊഴി. വനിതാ CIയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയത് മനഃപൂർവ്വമാണെന്നും പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. പെൺകുട്ടിയുടെ രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് അനുമതി തേടിയിട്ടുണ്ട്. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നേരത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.